35 വർഷത്തിലേറെയായി കേരളത്തിന്റെ കുറ്റകൃത്യ ചരിത്രത്തിൽ സുകുമാരക്കുറുപ്പ് എന്ന പേര് എന്നും ഒരു ദുരൂഹതയായി നിലകൊള്ളുന്നു. ഒരു തികഞ്ഞ കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് ഒരു പൊടി പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷനായി ഇന്നും കണ്ടെത്താനാവാത്ത ആ മനുഷ്യൻ കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഒരു ഐതിഹ്യമായി മാറിയിരിക്കുന്നു. ആലപ്പുഴയിൽ ജനിച്ച കുറുപ്പ് ഗൾഫിൽ ജോലി ചെയ്ത് ആഡംബര ജീവിതം നയിച്ചിരുന്നു. എന്നാൽ അത്യാഗ്രഹം അയാളെ കീഴടക്കി. താൻ മരിച്ചെന്ന് വരുത്തി തീർത്ത് വലിയൊരു തുക ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ അയാൾ ഒരു കൊടുംക്രൂരമായ പദ്ധതി ആസൂത്രണം ചെയ്തു. 1984 ജനുവരി 21 രാത്രിയിൽ കുറുപ്പും സഹോദരീ ഭർത്താവായ ഭാസ്കരപിള്ളയും ഡ്രൈവർ പൊന്നപ്പനും കൂടി ഒരു ഇരയെ തേടിയിറങ്ങി. വഴിയിൽ വെച്ച് ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോയെ കണ്ടെത്തിയ അവർ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് അയാളെ കാറിൽ കയറ്റി. ആ രാത്രി ചാക്കോയുടെ ജീവിതത്തിലെ അവസാന രാത്രിയായിരുന്നു. മയക്കുമരുന്ന് നൽകി കഴുത്ത് ഞെരിച്ചു കൊന്ന ശേഷം ചാക്കോയുടെ മൃതദേഹം കുറുപ്പിന്റെ കാറിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഇത് ഒരു വാഹനാപകടത്തിൽ കുറുപ്പ് മരിച്ചതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ പോലീസിന് പെട്ടെന്ന് തന്നെ സംശയം തോന്നി. അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തുവന്നു. കത്തിക്കരിഞ്ഞ മൃതദേഹം കുറുപ്പിന്റേതല്ല, ചാക്കോയുടേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ഇൻഷുറൻസ് തട്ടിപ്പ് പുറത്തായതോടെ ഭാസ്കരപിള്ളയും പൊന്നപ്പനും പിടിയിലായി. എന്നാൽ കുറുപ്പ് ഇരുട്ടിലേക്ക് മറഞ്ഞു. അതിവിപുലമായ തിരച്ചിൽ, ഇന്റർപോൾ നോട്ടീസ്, പതിറ്റാണ്ടുകളുടെ അന്വേഷണം, എന്നിട്ടും കുറുപ്പിനെ കണ്ടെത്താനായില്ല. അയാൾ ഗൾഫിൽ ഒളിവിൽ താമസിക്കുന്നുണ്ടെന്നും പുതിയ പേരിൽ പുതിയ ജീവിതം നയിക്കുന്നുണ്ടെന്നും അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. എന്നാൽ വിശ്വസനീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ചാക്കോയുടെ കുടുംബം ഇന്നും നീതിക്കായി കാത്തിരിക്കുന്നു. അതേസമയം കുറുപ്പിന്റെ കഥ സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും മരണമില്ലാത്ത ഒരു കെട്ടുകഥയായി മാറിയിരിക്കുന്നു. സുകുമാരക്കുറുപ്പ് എവിടെ എന്ന ചോദ്യം ഇന്നും കേരളത്തിൽ മുഴങ്ങുന്നു. ഒരുപക്ഷേ ഒരു സംസ്ഥാനത്തെ മുഴുവൻ കബളിപ്പിച്ച ആ മനുഷ്യൻ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടാകാം എന്ന ചിന്ത ആ ഐതിഹ്യത്തിന് കൂടുതൽ ജീവൻ നൽകുന്നു. ദയവായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.